വ്യാഴാഴ്ച രാത്രി 11:15 പത്തനംതിട്ട അടൂർ പട്ടാഴിമുക്കിൽ കാറും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ ചാരുമൂട് സ്വദേശി ഹാഷിം, നൂർനാട് സ്വദേശിനി അനുജ എന്നിവർ മരിച്ചത്. അധ്യാപികയായ അനുജയെ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരും വഴി ട്രാവലർ തടഞ്ഞു നിർത്തി ഹാഷിം കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്നാണ് അപകടം സംഭവിച്ചത്. കാർ അമിത വേഗതയിലായിരുന്നുവെന്നും ദിശ തെറ്റിവന്ന് ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്നും ലോറി ഡ്രൈവർ ഹരിയാന സ്വദേശി റംസാൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഈ കാർ एकदम से रॉन्ग साइड आई, मैंने ब्रेक लिया और कार वाला जबरदस्ती गाड़ी में घुसेड़ दिया. अब उसमें मैं क्या करूं? കാറിന്റെ ഡോർ തുറന്ന് ആരോ ഒരാളുടെ കാൽ പുറത്തേക്ക് കിടന്നത് താൻ കണ്ടുവെന്ന് അപകടം സംഭവിച്ച കാറിന് പുറകിൽ സഞ്ചരിച്ചിരുന്ന കാർ യാത്രക്കാരൻ ശങ്കർ പറഞ്ഞു. ഈ കാറ് നിയന്ത്രണം വിടുന്ന രീതിയിൽ 2-3 ട്രിപ്പ് ഞങ്ങളുടെ ഫ്രണ്ടിൽ ഓവർടേക്ക് ചെയ്ത് പോയിരുന്നു. അപ്പോൾ 2-3 ട്രിപ്പ് ഇതിന്റെ കാറിലെ ഫ്രണ്ട് ഡോറ് തുറക്കുകയും ഇതിൽ ലെഫ്റ്റ് സൈഡിൽ അക്രമം നടക്കുന്ന രീതിയിലുള്ള ഒരു നമുക്ക് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ചിന്ത ഉണ്ടാവുമല്ലോ. എന്നാൽ നിരന്തരമായിട്ട് മദ്യപിച്ചിട്ട് ആളുകൾ പോകുന്നതും പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഇതിനെ കണ്ടു. പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സ്ത്രീ ഇറങ്ങുന്നത് നമ്മൾ ഇറങ്ങി വാഹനം അവിടെ നിർത്തി. 3ാമത്തെ ട്രിപ്പ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വാഹനം അവിടെ നിർത്തുകയും ഈ ലേഡി വെളിയിലിറങ്ങി നിൽക്കുകയും ചെയ്തു. 3 ട്രിപ്പ് ഈ ഡോർ തുറന്നിരുന്നു, 2 ട്രിപ്പ് അടയ്ക്കുകയും കാല് വെളിയിലേക്ക് വന്നു 3ാമത്തെ ട്രിപ്പ്. അതിനുശേഷമാണ് ഈ കാറ് വളരെ സ്പീഡിൽ മതിലിനോട് ചേർത്ത് ലെഫ്റ്റ് സൈഡിൽ വളരെ സ്പീഡിൽ മതിലിനോട് ചേർത്ത് കാർ നിർത്തി കാല് വെളിയിൽ വന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ശാരീരികമായിട്ടൊരു അക്രമം നടന്നിട്ടുണ്ട് എന്നുള്ളത് സംശയമുണ്ട് അതിൻ്റെ അകത്ത്. അതേസമയം കാർ അമിത വേഗതയിൽ ആയിരുന്നില്ലെന്ന് ഹാഷിമിന്റെ സഹോദരൻ നാസർ സംശയം പ്രകടിപ്പിച്ചു. ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് പോലും ശരിക്കും വെളിയിലോട്ട് പുറത്തു വന്നിട്ടില്ല, നല്ല സ്പേസ് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു ഓവർ സ്പീഡ് എന്ന് പറയുന്നതൊക്കെ വളരെ വിശദമായിട്ട് അന്വേഷിച്ചാൽ നോക്കേണ്ടത്. ഒരു ദുരൂഹത എന്ന് പറയുന്നത് അവർ ടൂറിൽ പോയ വണ്ടിക്കകത്തു നിന്ന് ഇറങ്ങി വിളിച്ചിറങ്ങിക്കൊണ്ട് വന്നു. അവർ സമ്മതത്തോടെ വന്നതാണ്, അവിടെ യാതൊരു കോൺട്രവേഴ്സി അവിടെ നടന്നിട്ടില്ല. പിന്നെ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാവരും വന്നിട്ട് എന്താണെന്നുള്ളത് ശരിക്കും ഞങ്ങളും ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓവർ സ്പീഡ് എന്ന് പറയുന്ന ആ പട്ടഴിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ചെന്നു. അത് ഇച്ചിരി കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ ആ ഒരു ജംഗ്ഷനിൽ അത്രമാത്രം സ്പീഡിലേക്ക് വരിക എന്നുള്ളത് അറിയത്തില്ല. പിന്നെ മാത്രമല്ല ഈ ഇദ്ദേഹത്തിന്റെ അനുജന്റെ ഈ ഹാഷിം എന്ന് പറഞ്ഞ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ഫോണിൽ അവസാന ഫോൺ കോൾ വല്ലതും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണോ അശ്രദ്ധ കൊണ്ടാണോ ഈ വണ്ടി തട്ടിയെന്നുള്ളത് റോങ് ട്രാക്കിൽ വന്നെന്നുള്ള ഒരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതായ കാര്യമാണ്. അനുജ ട്രാവലറിൽ നിന്ന് ഇറങ്ങി കാറിൽ പോയതിനു ശേഷം സഹപ്രവർത്തകൻ അനുജയെ ഫോണിൽ വിളിച്ചിരുന്നു. താൻ സുരക്ഷിതയാണെന്നാണ് അനുജ മറുപടി നൽകിയത്. മറ്റൊരു അധ്യാപിക ഫോണിൽ വിളിച്ചപ്പോൾ അനുജ കരഞ്ഞുകൊണ്ടാണ് മറുപടി നൽകിയതെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അപകടത്തെക്കുറിച്ച് അടൂർ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, പത്തനംതിട്ട.